ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വചനം യിരെമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായമാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ അതിൻ്റെ 15, 16, 17 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യം. നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവ്വിക്കരുത്. യഹോവയല്ലോ അരുളിച്ചെയ്യുന്നത്, ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിനെ കാത്തിരിക്കെ അവൻ അന്ധതമസം കൂരിരുട്ടും വരുത്തും. നിങ്ങൾ കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർഭം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചു കൊണ്ടുപോയിരിക്കാൻ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുകും. സ്തോത്രം. ആ വാഗ്ദത്ത വചനത്തെ നമുക്കൊന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹമേറിയ ഈ കറുത്ത ദിവസത്തിൽ ദൈവമേ, ഞങ്ങൾക്കായി അങ്ങ് തന്ന ഈ വചനത്തെ ഹല്ലേലൂയ കർത്താവേ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം ശ്രവിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ദൂതുകൾ ഹല്ലേലൂയ, അതിൽ നിന്നുള്ള അറിവുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാവർത്തികമാക്കി എടുക്കാൻ തക്കവണ്ണം ദൈവമേ ഹല്ലേലൂയ ഞങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. യേശുവേ, അടിയൻ ഹല്ലേലൂയ ആ ദൈവമക്കളുടെ മുൻപാകെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഈ വചനത്തിൽ നിന്ന് കർത്താവേ അങ്ങ് തരുന്ന ഹല്ലേലൂയ വചനങ്ങളെ, ആ ദൂതുകളെ, അതിന് തരുന്ന അറിവുകളെ കർത്താവെ അവർക്ക് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവമേ അടിയുടെ നാവിന്മേൽ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ വായിച്ചു കേട്ട ആ വചനം, നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവ്വിക്കരുത്. യഹോവയല്ലോ അരുളിച്ചെയ്യുന്നത്, ഇരുട്ടാകുന്നതും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസ്സും കൂരിരുട്ടും വരുത്തും. ആ 2 വചനം വായിച്ച നടത്തുകയാണ്. അപ്പൊ ആ വചനം നമ്മൾ കേട്ടപ്പോൾ ആ വചനത്തിന്റെ പിന്നിൽ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെ പിന്നിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ആ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നത്, നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവ്വിക്കരുത്. യഹോവയല്ലോ അരുളിച്ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം. അപ്പോൾ ആ വചനം, അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ വചനം നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പൊ എൻ്റെ ഈ പുസ്തകത്തില് ഇതിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാനസാന്തരത്തിനുള്ള ആഹ്വാനം എന്നാണ്. നമ്മൾ ആ തിരുവചനം വായിച്ചതിന്റെ തൊട്ട് മുകളിൽ ഒരു ഹെഡിങ് എന്നുള്ള കൊടുത്തിരിക്കുന്നത്, മാനസാന്തരത്തിനുള്ള ആഹ്വാനം. അതിനുള്ള ആ ഒരു കാരണങ്ങളാണ് അത് അവിടെ കൊടുത്തിരിക്കുന്നത്. മാനസാന്തരത്തിനുള്ള ആഹ്വാനം എന്നതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ചില അറിയിപ്പുകൾ വചനത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. എന്താണ്? ചില കാര്യങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ ചിലത് സംഭവിക്കും എന്നൊക്കെയാണ് ഈ വചനത്തിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വായിച്ചു കേട്ട ആ വചനം അവിടെ നിൽക്കട്ടെ, ഇതിവിടെ നിൽക്കട്ടെ. ഞാൻ ഇതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവയോട്, നീ ചെന്ന് ഒരു ചണനൂല് കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഒരു കച്ച വാങ്ങി അരയ്ക്ക് കെട്ടി. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായതെന്നാൽ, നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ച എടുത്ത് പുറപ്പെട്ട് പ്രാർത്ഥനരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെക്കുക. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് പ്രാർത്ഥനരികെ ഒളിച്ചു വെച്ചു. ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് പ്രാർത്ഥനരികെ ചെന്ന്
അവിടെ ഒളിച്ചു വെക്കുവാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്ന് ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കച്ച മാന്തിയെടുത്ത്, എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യെഹൂദയുടെ ഗർഭവും യെരൂശലേമിന്റെ മഹാഗർഭവും കെടുത്തിക്കളയും. എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. ആമേൻ. സ്തോത്രം. അപ്പൊ അവിടെ പറയുന്നു, അവന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, യിരെമ്യാവിനോട് കൽപ്പിക്കുകയാണ്, നീ ചെന്ന ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക. ആമേൻ. സ്തോത്രം. ചണനൂൽ കച്ച എന്ന് പറയുമ്പോൾ, ചണം എന്ന് പറയുമ്പോൾ ചാക്കുണ്ടാക്കുന്നത്. നമുക്ക് ഇന്നിപ്പം ഈ ചാക്കിന്റെ ഈ ചണച്ചാക്ക് കാണാൻ വളരെ കുറവാണ്. ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ചാക്കാണ്. റേഷൻ കടകളിലൊക്കെ ചെന്നെങ്കിൽ മാത്രമേ ഇപ്പൊ ഈ ചണച്ചാക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചണച്ചാക്ക്, അതുകൊണ്ട് ചണനൂല് കൊണ്ടുള്ള ഒരു ചണനൂൽ കച്ച വാങ്ങി ഇതിന്റെ അരയ്ക്ക് കെട്ടുക. ദൈവം യിരെമ്യാവിന് കൊടുത്ത കൽപ്പനയാണ്. ആ കൽപ്പന യിരെമ്യാവ് അനുസരിച്ചു. യിരെമ്യാവിനോട് പറഞ്ഞ കൽപ്പനയാണ്, നീ ഒരു ചണനൂൽ കച്ച വാങ്ങി ഇതിന്റെ അരയ്ക്ക് കെട്ടുക. കർത്താവ് പറഞ്ഞ ആ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് യിരെമ്യാവിന്റെ കർത്തവ്യം, യിരെമ്യാവിന്റെ ജോലി. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതും അത് തന്നെയാണ്. ദൈവം നമുക്ക് തരുന്ന ആലോചനകളെ അനുസരിക്കുക. അപ്പം ദൈവം യിരെമ്യാവിന് കൊടുത്ത ആ ആലോചന, ആ അരുളപ്പാട് ഇതാണ്, ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക. അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് അപ്പാടെ യിരെമ്യാവ് ആലോചനയെ അനുസരിച്ച് ഒരു ചണനൂൽ കച്ച വാങ്ങി അരയ്ക്ക് കെട്ടി. എവിടെയോ പോയി ചണനൂല് കൊണ്ടുള്ള ഒരു ചണനൂൽ കച്ച വാങ്ങി അരയ്ക്ക് കെട്ടി. അങ്ങനെ ഇരിക്കെ അതിനുശേഷം 2-ാം പ്രാവശ്യം യിരെമ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. 2-ാം പ്രാവശ്യം ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുക എന്താണ്? അത് ഇങ്ങനെയാണ്, നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ച എടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിപ്പിച്ച് വയ്ക്കുക. ആമേൻ. സ്തോത്രം. അപ്പം ഒരു കച്ച വാങ്ങാൻ, ചണനൂൽ കച്ച വാങ്ങാൻ കർത്താവ് കൽപ്പിച്ചു, അരുളി ചെയ്തു. അതനുസരിച്ച് യിരെമ്യാവ് പോയി ഒരു ചണനൂൽ കച്ച വാങ്ങി അരയ്ക്ക് കെട്ടാൻ പറഞ്ഞു. അത് അരയ്ക്ക് കെട്ടി. അതിനുശേഷം കർത്താവ് വീണ്ടും അരുളി ചെയ്യുകയാണ്, നീ അരയ്ക്ക് കെട്ടിയ ആ ചണനൂൽ കച്ച അഴിച്ച് അത് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിപ്പിച്ച് വയ്ക്കുക എന്ന് യിരെമ്യാവിനോട് കൽപ്പിക്കുകയാണ്. അതും യിരെമ്യാവ് അതുപോലെ അനുസരിച്ചു. കർത്താവിന്റെ കൽപ്പനയാണല്ലേ പിതാവ് അരുളി ചെയ്യുന്നത്. പിതാവിന്റെ കൽപ്പന അനുസരിക്കുക, നമുക്കെല്ലാം അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ാണ്. ദൈവം നമുക്ക്, നമ്മുടെ രക്ഷകനാണ് നമ്മുടെ പിതാവ് നമുക്ക് തരുന്ന ആലോചനയെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പം യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞത്, അതുകൊണ്ട് ഫ്രാത്തിനരികെ കൊണ്ടുപോയി അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിപ്പിച്ച് വയ്ക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ യിരെമ്യാവിനോട് കൽപ്പിച്ചതുപോലെ തന്നെ ഫ്രാത്തിനരികെ അത് ഒളിപ്പിച്ചു വെച്ചു. ഈ ഫ്രാത്ത് എന്ന് പറയുന്ന സ്ഥലം വളരെ ദൂരെയുള്ളൊരു സ്ഥലമാണ്. അവിടെ നീ പുറപ്പെട്ട് ചെന്ന് അവിടെ ഒളിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പം ആ യിരെമ്യാവ് അവിടെ നിന്ന് പുറപ്പെട്ട് ആ ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഈ പിതാവ് കൽപ്പിച്ച ആ പാറ കണ്ടെത്തി ആ പാറയുടെ വിള്ളലിൽ ആ ചണനൂൽ കച്ച അവിടെ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ അവിടെ മണ്ണും ചപ്പും ഒക്കെ എടുത്തിട്ട് ആ വിള്ളലിൽ ആ കച്ച ഒളിപ്പിച്ചു വെച്ചിട്ട് പോന്നു. അതിനുശേഷം ഏറിയ നാൾ കഴിഞ്ഞ ശേഷം വീണ്ടും ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നിന്നോട് ഒളിപ്പിച്ചു വെക്കാൻ കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളാൻ കൽപ്പിച്ചു. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം, ഏറിയ നാളുകൾക്ക് ശേഷം പിതാവ് വീണ്ടും യിരെമ്യാവിനോട് അരുളി ചെയ്യുകയാണ്, നിന്നോട് ഞാൻ ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞ ആ കച്ച നീ പോയി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അപ്പം ആ കൽപ്പനയും ദൈവത്തിന്റെ ആലോചനയും യിരെമ്യാവ് അപ്പാടെ അനുസരിച്ചു. യിരെമ്യാവ് പുറപ്പെട്ടു. വളരെ ദൂരെയാണ്. അവിടെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ആ കച്ച മാന്തി എടുത്തു. അപ്പൊ അങ്ങനെ ഫ്രാത്തിനരികെ ഒളിപ്പിച്ചു വെച്ച കച്ച മാന്തി എടുത്ത്, എന്നാൽ ആ കച്ച കേട് പിടിച്ച് ഒന്നിനും കൊള്ളരുതാത്തതായി തീർന്നു.
മീൻ. അപ്പൊ നമുക്കറിയാം ഒരു ചണനൂൽ കച്ച, ഈ ചണനൂൽ നമുക്ക് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അത് ദ്രവിച്ചു പോകും, നശിച്ചു പോകും. അവിടെ ഇങ്ങനെ ചെതലൊക്കെ കേട്ടിട്ട് വട്ടം വട്ടം അത് കിഴുത്ത വീണ് പോകും. അത് നമുക്കറിയാം. അപ്പം ഈ പ്രാർത്ഥനയരികെ ചെന്ന് ഈ പാറയുടെ വിള്ളലിൽ ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞപ്പോൾ ഈ പാറയുടെ വിള്ളലിൽ ഈർപ്പമുണ്ട്. അത് അവിടെ മണ്ണും പുല്ലും ഒക്കെ കാണും, ഈർപ്പമുള്ളതാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇതിനെ ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ദ്രവിച്ചു പോകും. അത് നമുക്കറിയാം. അപ്പൊ നാളുകൾക്ക് ശേഷമാണ് ദൈവം കൽപ്പിക്കുന്നത്, അറിയിച്ചത് നീ പോയി ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞ ആ കച്ച എടുത്തുകൊള്ളാൻ പറയുന്നത്. അപ്പം ആദ്യം എടുത്തപ്പോൾ ഈ കച്ച ഒന്നിനു കൊള്ളാതെ കേട് പിടിച്ചതായി തീർന്നു. അപ്പോൾ ഇവിടെ ഒരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. വസ്തുനിഷ്ഠമായ ഒരു പാഠം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സാധനം നശിച്ചു പോയി, അത് ഒന്നിനു കൊള്ളരുതാത്തതായി പോയി. ആ സത്യം അവിടെ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്, വസ്തുനിഷ്ഠമായി നമ്മെ അത് വെളിപ്പെടുത്തുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു അനർത്ഥം കടന്നു വരും എന്നതിന്റെ സൂചന കൂടിയാണ് ദൈവം യിരെമ്യാവിലൂടെ ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ അതാ നമ്മൾ ആദ്യം വായിച്ച 15, 16 അതിൽ വായിച്ചപ്പോൾ തന്നെ അതിൽ കാണുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ കേട്ടില്ല എങ്കിൽ, ചെവി കൊടുത്തില്ല എങ്കിൽ നമുക്ക് അന്ധതമസ്സും കൂരി ഇരുട്ട് കടന്നു വരുമെന്ന് വചനത്തിൽ നമ്മൾ ആദ്യം വായിച്ചു. അപ്പൊ അവിടെയും ആ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട്, നമുക്കൊരു അനർത്ഥം കടന്നു വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ പ്രാർത്ഥനയിലേക്ക് ഒളിപ്പിച്ചു വെച്ച ആ കച്ച എടുത്തപ്പോൾ ആ കച്ചയും ഇതുപോലെ നശിച്ചു പോയി, ഒന്നിനും കൊള്ളരുതാത്തതായി ആ ദ്രവിച്ചു പോയ ആ കച്ചയും അത് കാണുമ്പോൾ നമുക്ക് വെളിപ്പെടുന്നത് എന്താണ്? നമുക്ക് മുന്നേ ഒരു അനർത്ഥമുണ്ട് എന്നുള്ളൊരു സൂചനയാണ് യിരെമ്യാവിലൂടെ ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ ചണനൂൽ കച്ച എന്ന് വെച്ചാൽ, ചണനൂൽ എന്ന് പറയുമ്പോൾ ചാക്കുനൂല്. ഈ ചാക്കുനൂല് കൊണ്ട് ഒരു കച്ച ഉണ്ടാക്കിയാൽ അത് എത്രത്തോളം ബലപ്പെടും, എന്താകും എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ നാളുകൾ വരെയും ഈ ഏറിയ നാള് ഈ പാറയുടെ ഇടുക്കിൽ ഇരുന്ന ഈ കച്ച എടുത്തപ്പോൾ അത് നശിച്ചു പോയി. അതിനൊരു കുറച്ച് കാലതാമസമുണ്ട്. ഇത് എടുത്തു വെച്ച് രണ്ടാമത് അള്ളപ്പാടുണ്ടായി എടുക്കുന്ന സമയം വരെയും കുറച്ച് സമയം കാലയളവ് അവിടെ വരുന്നുണ്ട്. ആ എടുത്ത് പാറയുടെ വിള്ളലിൽ വെച്ചതിന് ശേഷം അത് രണ്ടാമത് പോയി എടുക്കാൻ പറയുന്ന സമയത്തിനിടയ്ക്ക് കുറെ കാലയളവുണ്ട്, കുറെ കാലതാമസമുണ്ട്. അപ്പൊ ആ സമയം നമ്മുടെ മാനസാന്തരപ്പെട്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന നമ്മെ ഈ പറഞ്ഞ ഈ ചണനൂൽക്കച്ച കൊണ്ട് വെച്ച ആ കാലയളവിനോട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോക്കാം, ഈ ചണനൂൽക്കച്ച പോലെയാണോ നമ്മുടെ ജീവിതം എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അപ്പൊ ആ ചണനൂൽക്കച്ച എങ്ങനെയായിപ്പോയി, ഒന്നിനും കൊള്ളരുതാത്തതായിപ്പോയി എന്നതുപോലെ തന്നെ ആ ദൂരെ ആ പ്രാത്ത് എന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച ആ കച്ച ഒന്നിനും കൊള്ളരുതാത്തതായി പോയതുപോലെ തന്നെ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ദൂരെയുള്ള ആ പാറയുള്ള ഫ്രാത്ത് എന്ന സ്ഥലത്ത് ചെന്ന് പാറയുടെ വിള്ളലിൽ വെക്കാൻ പറഞ്ഞ ആ ദൂരം, ആ സമയം, ആ കാലയളവ്, അത് നമ്മുടെ പാപജീവിതവും നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാൻ എടുത്ത കാലയളവുമായി നമുക്കൊന്ന് അനുമാനിച്ച് നോക്കാം. ഇതിന് പിന്നിലുള്ള നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതും തീയതുമായ മോശപ്പെട്ടതുമായ വളരെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പല കൂട്ടുകെട്ടുകൾ, പല പാപത്തിന്റെ വഴിയെ സഞ്ചരിച്ചത് ഒക്കെയും ഈ കഴിഞ്ഞ കാലയളവിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മളൊന്ന് ഓർത്ത് നോക്കുക. അപ്പൊ ആ ജീവിതവും ഈ കച്ചയിൽ സംഭവിച്ച ജീവിതവും എങ്ങനെയാണ്, നമുക്ക് കച്ചയ്ക്ക് സംഭവിച്ച ആ ഒരു മാറ്റമാണോ, ആ ഒരു സംഭവമാണോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വന്നത് എന്നൊന്ന് നാം ആലോചിച്ച് നോക്കുക. അപ്പം ഓരോ വ്യക്തികളിലും ഉണ്ട് പല പല പ്രശ്നങ്ങൾ, പല പല വിഷയങ്ങൾ, പാപജീവിതങ്ങളൊക്കെയും നമ്മൾ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് സൈച്ചാൻ പറയുകയുണ്ടായി, നമ്മുടെ വീട്ടിൽ നടന്ന മുറ്റത്ത് കൺവെൻഷനിൽ ഷാമോൻ പറയുകയുണ്ടായി, ഒരിക്കൽ ജാതിയായിരുന്ന ഒരു സമയത്ത്, അങ്ങനെ നടന്ന സമയത്ത്
ഒരു ആരാധന നടക്കുന്ന ഒരു സഭയുടെ ഒരു ബോർഡ്, നെയിം ബോർഡ് വഴിയിൽ വെച്ചിരുന്ന ആ നെയിം ബോർഡ് അടിച്ച് മൂത്ത് ഫിറ്റായി വന്ന് അതിനെ പിടിച്ചൊടിച്ച് അവിടുന്ന് എടുത്ത് കളഞ്ഞ ഒരു സാക്ഷ്യം ആ ഷാമോനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബോർഡ് എടുത്ത് കളഞ്ഞൊരു സമയം. അപ്പം ഈ കച്ച ഒളിച്ചു വെച്ച ആ സമയവും ഇതിനിടയിൽ വന്ന ആ ഗ്യാപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങള്, വ്യത്യാസങ്ങള് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കുക. എപ്രകാരമായിരുന്നു, ദൈവഹിത പ്രകാരമായിരുന്നോ നമ്മുടെ ജീവിതം, അതോ നമ്മൾ പാപത്തിന്റെ വഴി ആയിരുന്നോ എന്നൊക്കെയും നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെയുള്ള അതിനെ ചിന്തയിൽ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ കിട്ടിയ ആ പാപ ജീവിതം അല്ലെ അതെന്തായിരുന്നു എന്നുള്ളതിനെ ഇപ്പോൾ ഒന്ന് ഏറ്റു പറയുക. ദൈവമേ, ഞാനായിരുന്ന ആ ലക്ഷ്യത്തിൽ വന്നതിന് ശേഷവും ഞാൻ പല മാർഗത്തിലൂടെ സഞ്ചരിച്ചു, പല രീതിയിൽ സഞ്ചരിച്ചു, അതെല്ലാം എൻ്റെ തെറ്റാണ്. ഞാനിപ്പോൾ സത്യം അറിയുന്നു. ഈ കച്ചയ്ക്ക് പറ്റിയ ആ കച്ചയിൽ സംഭവിച്ച ആ മാറ്റം പോലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് വരരുതേ എന്ന് ഈ സമയം ഒന്ന് ഏറ്റു പറയാം, ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. അത് ഏറ്റവും നല്ലതായിരിക്കും, മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ആമീൻ, സ്തോത്രം. അതുപോലെ തന്നെ ഈ വായിച്ചു വന്നതിന്റെ ഭാഗം അതിന്റെ 10ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 10ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിനെ അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. അപ്പൊ അതവിടെ ആ വചനത്തിൽ തന്നെ അവിടെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവഹിത പ്രകാരം അല്ലാതെ, ദൈവവചനം ശ്രവിക്കാതെ, ദൈവത്തിൽ വിശ്വസിക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ശാഠ്യത്തിൽ സഞ്ചരിച്ച് ജീവിച്ച വ്യക്തികൾക്ക് വരുന്ന അനുഭവം ഈ കച്ച പോലെയാണെന്ന് ഈ തിരുവചനത്തിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പം വചനം കേൾക്കാതിരുന്നതും സ്വന്തം ഇഷ്ടം പോലെ നടന്ന് വിഗ്രഹത്തെ സേവിച്ചും വിഗ്രഹത്തെ വണങ്ങിയും ആരാധികളുടെ കൂടെ സമയം ചെലവഴിച്ചും തോന്നി ജീവിതം നയിച്ചിട്ടുള്ളവർക്ക് അവർക്ക് ഉള്ള അനുഭവമാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദ്രവിച്ചു പോയ ഈ കച്ച പോലെ എന്ന്. ആമേൻ, സ്തോത്രം. അപ്പം വിശ്വാസ ഗോളത്തിൽ വന്നതിന് ശേഷവും വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷവും പിന്മാറിപ്പോയ ആ ഒരു ജീവിതം അല്ലെ പാപ ജീവിതം നയിക്കാൻ തുനിഞ്ഞിട്ടുള്ളവര്, എനിക്കറിയാം, പാപജീവിതം നയിക്കാതെ, പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കാതെ, ഈ ചണനൂൽ കച്ചയ്ക്ക് വന്നതുപോലെ സംഭവിക്കാതെ, ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന ആരും മാറിപ്പോകാതെ നമ്മൾ ഏറ്റെടുത്ത കർത്തവ്യം അല്ലെ ഏറ്റെടുത്തതായ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് അറിയിക്കുവാനുള്ള ഒരു ദൂത് എനിക്കറിയിക്കുവാനുള്ളത്. അപ്പൊ അങ്ങനെ പലരും അങ്ങനെ ചിന്തിക്കുന്നവരും ആ രീതിയിൽ ജീവിക്കുന്നവരും മാറി ചിന്തിക്കുക. ദൈവത്തിന് പൂർണ്ണമായിട്ടുള്ള ആ സ്ഥാനം, ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇല്ല എങ്കിൽ ഈ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വരും, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായ പ്രശ്നങ്ങൾ കടന്നു വരും. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഈ സത്യ തിരുവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ പറഞ്ഞതുപോലെ എൻ്റെ വചനം കേൾക്കുക, മനസ്സില്ലാതെ ഹൃദയത്തിൽ ശാഠ്യം പോലെ നടക്കാതിരിക്കുക. ആമേൻ, സ്തോത്രം. അന്യദേവന്മാരെ സേവിക്കാതിരിക്കുക, അന്യദേവന്മാരെ സ്നേഹിക്കുന്നവരുടെ കൂടെ നടക്കാതിരിക്കുക, അവരോടുകൂടെ കൂട്ടുചേരാതിരിക്കുക. ഇതൊക്കെയാണ് വചനത്തിൽ കടന്നു വന്നിട്ടുള്ളവരും ദൈവത്തെ വിശ്വസിക്കുന്നവരും കൽപ്പന പ്രകാരം ജീവിക്കുന്നവരും മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ വചനം കേൾക്കാൻ ചെവി കൊടുക്കുക, സ്വന്തം ഇഷ്ടം പോലെ നടന്ന് വിഗ്രഹത്തെ സേവിക്കാതിരിക്കുക. പലരും ദേവദാസൻ പലപ്പോഴും പറയാറുണ്ട്, വീടുകളിൽ
വിഗ്രഹമുണ്ട്. അപ്പോൾ വീടുകളിൽ ചിലര് അവരുടെ സമ്പത്തിനെ അല്ലെങ്കിൽ ചില മക്കളെ അങ്ങനെയൊക്കെയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അതെല്ലാം വിഗ്രഹമാണെന്ന് ദേവദാസൻ പല പ്രാവശ്യവും പല ശുശ്രൂഷയിലും പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പിന്മാറുക. അതുപോലെ തന്നെ ഇനി നമുക്ക് അതിന്റെ 12-13 വാക്യങ്ങളെ കുറിച്ച് പറയാം. അവിടെ പറയുന്നത് വീഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പൊ വീഞ്ഞിനെ കുറിച്ച് പരാമർശിക്കും. വീഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രതീകമാണ് വീഞ്ഞ്. ആമേൻ, സ്തോത്രം. അതൊക്കെ വീഞ്ഞ് കർത്തൃമേശയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ആ കർത്തൃമേശയ്ക്ക് കർത്താവിന്റെ തിരുമേശയിൽ പങ്കാളികളാകുന്നവർ അവർ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ എന്ന വചനം കൊരിന്ത്യൻ ലേഖനത്തിൽ നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പൊ ഈ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന ഈ വീഞ്ഞിനെ കുറിച്ച് പറയുന്ന ന്യായവിധിയെ കുറിച്ചാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നത് ഈ വീഞ്ഞിനെ കുറിച്ച് പറയുന്ന ന്യായവിധിയെ കുറിച്ചാണ്, ശിക്ഷാവിധിയെ കുറിച്ച്. അപ്പൊ അതിന്റെ 14-ാമത്തെ വാക്യം, ഞാൻ അവരെ അന്യോന്യവും പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരെ നശിപ്പിക്കുകയല്ലോ അല്ലാതെ ഞാൻ അവരുടെ കനിവോ ക്ഷമയോ കരുണയോ കാണിക്കുകയില്ല. ആമേൻ, സ്തോത്രം. അപ്പൊ അവിടെ പറയുന്ന എന്താണ്? അവിടെ പറയുന്ന ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെയും അടിമയായി അല്ലെ അതിന് പിന്നാലെ നടക്കുന്നവരെ അവരെ തമ്മിൽ ഒഴിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പനാണേലും മക്കളാണേലും സഹോദരങ്ങളാണേലും കൂട്ടുകാരാണേലും അവരെ തമ്മിൽ കൂട്ടിമുട്ടിക്കും അല്ലെ തമ്മിൽ അടുപ്പിക്കും എന്ന് അവിടെ വചനത്തിൽ പറയുന്നു. അപ്പൊ അവർക്ക് കൊടുക്കുന്നൊരു ശിക്ഷയാണ്, അവരെ നശിപ്പിക്കും. അപ്പൊ അവരോട് കനിവോ കരുണയോ ക്ഷമയോ കാണിക്കുകയില്ല. വചനത്തിൽ പറയുന്നു. അവരോട് കരുണ കാണിക്കുമോ? ഇല്ല. ദയ കാണിക്കുമോ? ഇല്ല. ക്ഷമിക്കുമോ? ഇല്ല. കാരണം വിശ്വാസത്തിൽ വന്ന് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർത്ത് നിൽക്കുന്ന വ്യക്തികൾ തെറ്റിപ്പോയാൽ പിതാവിന് സഹിക്കുമോ? നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് മാറി അല്ലെ തെറ്റായ രീതിയിൽ സഞ്ചരിച്ചാൽ തെറ്റിപ്പോയാൽ നമുക്ക് ഒട്ടും സഹിക്കുകയില്ല. നമ്മൾ അവരെ വിളിച്ച് ഗുണഘോഷിക്കും. നേരായ വഴി മാർഗം ശരിയല്ല, നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല, നിന്റെ മാർഗങ്ങൾ ശരിയല്ല, നീ നല്ല രീതിയിൽ ജീവിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം എന്നൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കാറുണ്ട്, മക്കളെ ഗുണഘോഷിക്കാറുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് അവരോട് അങ്ങനെ നടക്കുന്നവരെ അവരോട് ദൈവത്തിന് കനിവോ കനിവുണ്ടാകത്തില്ല, കരുണയോ ക്ഷമയോ കാണിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഏത് വേണേലും സ്വീകരിക്കാം, എന്ത് വേണേലും സ്വീകരിക്കാം. നാശത്തിലേക്ക് പോകണോ അതോ നിത്യരക്ഷയെ വേണമോ? അത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഇഷ്ടമാണ്. നിത്യരക്ഷ വേണമെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, വചനത്തിന് ചെവി കൊടുക്കുക, വചനം കേൾക്കുക. നാശത്തിലേക്ക് പോകണമെങ്കിൽ ഇതൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടം പോലെ പോകാം, നമുക്ക് തോന്നിയതുപോലെ പോകാം, നമുക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കാം. അങ്ങനെ നയിക്കുന്നവരുടെ മേൽ ദൈവത്തിനുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ കനിവോ കരുണയോ ക്ഷമയോ കാണിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നാശത്തിലേക്കുള്ള വഴിയല്ല നാം തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം അറിഞ്ഞ് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. അപ്പൊ നമുക്ക് ഈ നാശത്തിന്റെ വഴിയല്ല നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്, നിത്യരക്ഷയിലേക്കുള്ള വഴിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ വചനം കേൾക്കണം, വചനത്തിന് ചെവി കൊടുക്കണം. നിത്യരക്ഷയെക്കുറിച്ച് സഭ മനസ്സിലാക്കണം. നമുക്ക് ഈ കഴിഞ്ഞ നമ്മുടെ സഭയുടെ വാർഷികത്തിന് നമുക്ക് ഇവിടെ കടന്നു വന്ന ആ ദേവദാസൻ നിത്യരക്ഷയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ അവിടെ നിത്യരക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുക, നമ്മൾ മുറുകെ പിടിക്കേണ്ടതും മുറുകെ പിടിക്കേണ്ടാത്തതുമായ കുറെ കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. 3 കാര്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കേണ്ട, മറ്റേ നമ്മൾ മുറുകെ പിടിക്കേണ്ടാത്ത 7 കാര്യങ്ങളെ കുറിച്ചും ആ ദേവദാസൻ വളരെ പറയുകയുണ്ടായി. അപ്പൊ അത് മുറുകെ പിടിക്കേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പാപം നമ്മൾ മുറുകെ പിടിക്കേണ്ടാത്ത ഒരു കാര്യമാണ്. ഇന്ന് പലരും കൂടുതൽ മുറുകെ പിടിക്കുന്നത് പാപത്തിന്റെ വഴിയാണ്. അതുപോലെ തന്നെ പാർക്കുന്ന വീട്, ഭൗമിക സമ്പത്ത്,
ഇത് മുറുകെ പിടിക്കരുതെന്നാണ് നമ്മെ പഠിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാനും വീട്, സമ്പത്ത് എന്നൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ച് ഈ കഴിഞ്ഞ നാൾ വരെയും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്നതായി എൻ്റെ പുരയുടെ നിൽക്കണം, അത് വിറ്റിട്ട് മാറി കുറച്ച് സ്ഥലം വാങ്ങിക്കണം, ഒരു നല്ലൊരു കൊച്ചുപണി വയ്ക്കണം, എൻ്റെ മകനെ അവിടെ സേഫായി നിർത്തണം എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വാർഷികത്തിൽ നിന്ന് ദേവദാസിന്റെ നാവിൽ നിന്ന് ആ വചനം കേട്ടപ്പോൾ ഇതൊന്നും നമുക്കുള്ളതല്ല, നമ്മുടെ ആഗ്രഹം പോലെ അല്ല നടക്കുന്നത്. അത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം എന്ത് ആലോചിക്കുന്നോ, നമ്മൾ എപ്രകാരം ആയിരിക്കണം, നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ എന്തൊക്കെ ആലോചിച്ചാലും എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് ദൈവത്തിന്റെ ഹിതമല്ലാതെ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ, കർത്താവിന്റെ ആലോചന പ്രകാരമല്ലാതെ അത് നടക്കത്തില്ല. അതാണ് നമുക്ക് നല്ലതും നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നേടുന്നതും നമ്മുടെ സ്വന്തം പ്രയത്നപ്രകാരം നമ്മൾ സമ്പാദിക്കുന്നതും ഒന്നും നിലനിൽക്കുകയില്ല. നമുക്ക് നിലനിൽക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമാണ് നമുക്ക് നിലനിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നമ്മൾ പാർക്കുന്ന വീടോ ഭാവിക സമ്പത്തോ ഒക്കെയും ചിലപ്പം നമ്മളിൽ നിന്ന് മാറിപ്പോകും, അതില്ലാതായി പോകും. ചിലപ്പം നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഈ മൺകൂടാരം വീട് പോകും, അത് ഇല്ലാതാകും. നമ്മുടെ സമ്പത്ത് ഒരു സമയത്ത് ഇല്ലാതെ പോകും. നമുക്കറിയാം വയനാട്ടിലുണ്ടായ ആ വലിയ ഉരുൾപൊട്ടല്, എന്തുമാത്രം വീടുകളാണ് നശിച്ചു പോയത്, എന്തുമാത്രം സമ്പത്ത്, വലിയ വലിയ വീടുകൾ ഒലിച്ചു പോയതും. ആ വീടിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം മരുഭൂമി പോലെ കിടക്കുന്നു. ഓരോരുത്തരും കൂട്ടിവെച്ച സ്വത്ത്, ആ സമ്പത്ത്, പണം, ബന്ധുമിത്രാദികൾ, അപ്പൻ അമ്മ, മക്കള് നഷ്ടപ്പെട്ടവര്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവര്, അതുപോലെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവര്. ഇപ്പൊ ഇതെല്ലാം സ്വന്തമായിട്ട് വെച്ച് നമുക്ക് അനുഭവിക്കാം എന്ന് കരുതിയായിരുന്നോ? അല്ല, അങ്ങനെ ചിന്ത അവർക്ക് ഉണ്ടായില്ലായിരുന്നായിരിക്കാം. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? അത് മൊത്തം ആ ഉരുൾപൊട്ടലിൽ മൊത്തം ഒലിച്ചു പോയി. ഒന്നുമില്ലാതെ ഇന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സാഹചര്യത്തിൽ കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇതുപോലെ വേറെ ഈ ഭവനങ്ങളിൽ താമസിക്കുന്നത്, അങ്ങനെ താമസിക്കുന്ന പലരും കൊണ്ട് സർക്കാരിൽ നിന്ന് വീട് പോലും കിട്ടാതെ താമസിക്കുന്നവരുണ്ട്. അപ്പൊ അവർ അത്രയും നാളെ സമ്പാദിച്ചു വെച്ചതൊന്നും അവർക്ക് അനുഭവിക്കാൻ പറ്റിയോ? ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പാർക്കുന്ന വീട് ഭൗമിക സമ്പത്തും ആരും ആഗ്രഹിക്കരുത്, അതിനെ മുറുകെ പിടിക്കരുത്. വാഞ്ചനയെ മുറുകെ പിടിക്കരുത്, ആരെയും വാഞ്ചിക്കരുത്, കളിപ്പിക്കരുത്, കള്ളത്തരം കാണിക്കരുത്. സത്യമായ രീതിയിൽ നേരായ രീതിയിൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ആ 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. പിന്നെ താഴോട്ട് പറയുന്നുണ്ട് 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. യഹോവ ഭക്തി മുറുകെ പിടിക്കുക. ആമേൻ, സ്തോത്രം. ദൈവ ഭയമുള്ളവിടുത്തെ ദൈവഭക്തിയുള്ളൂ. ദൈവത്തെ ഭയപ്പെടുക, വചനത്തെ ഭയപ്പെടുക. വചനം എന്ന് പറയുന്നത് ഇരുവായുധനയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം വചനത്തെ വിശ്വസിക്കുക, യഹോവഭക്തി മുറുകെ പിടിക്കുക. ക്രിസ്തു ആകുന്ന തലയെ മുറുകെ പിടിക്കുക. നമ്മുടെ തല ഏതാ? ക്രിസ്തു. നമുക്ക് ആലോചന തരുന്നത് നമ്മുടെ തലയാണോ? നമ്മുടെ തലയിൽ പ്രവർത്തിക്കുന്നത് കർത്താവാണ്. അപ്പൊ നമ്മുടെ തല ഏതാ? കർത്താവ് തന്നെയാണ്, അവിടെ മാറ്റമില്ല. അപ്പൊ കർത്താവാകുന്ന ആ തലയെ മുറുകെ പിടിക്കുക. കേൾക്കുന്ന വചനത്തിൽ നിന്നും മറ്റുള്ള സഹോദരങ്ങളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നല്ലതിനെ മാത്രം ഏറ്റെടുക്കുക, നല്ലതിനെ തിരഞ്ഞെടുക്കുക. അവരിൽ നിന്ന് വളരെ ഉപദേശങ്ങളും വളരെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. അതിൽ നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുക, നല്ലതിനെ മാത്രം മുറുകെ പിടിക്കുക. ഞാൻ അന്ന് ആ കൂട്ടുകാരുടെ കൂടെ തുടർന്ന് പോയിരുന്നെങ്കിൽ ഞാനും ഇന്നിവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അവരോട് കൂടെ തികഞ്ഞ മദ്യപാനിയായിട്ട് ഞാൻ അവരുടെ കൂടെ മാറിപ്പോയിരുന്നേനെ. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിന്നെല്ലാം ദൈവം എന്നെ ഇന്നിവിടെ ഈ വചനവുമായി നിൽക്കാൻ തക്കവണ്ണം എന്നെ ഇവിടെ എത്തിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പം നല്ലതിനെ മുറുകെ പിടിക്കുക, ഉപദേശ വചനത്തെ മുറുകെ പിടിക്കുക. നമുക്ക് ഉപദേശിച്ച് ഈ വചനത്തെ മുറുകെ പിടിക്കുക. വചനത്തിന്റെ മർമ്മങ്ങളെ, വചനം പറഞ്ഞു തരുന്ന സത്യത്തെ, അതിനെ മുറുകെ പിടിക്കുക.
അതുപോലെ തന്നെ നിത്യജീവനെ മുറുകെ പിടിക്കുക. നിത്യജീവനെ കുറിച്ച് അന്ന് ദേവദാസൻ പറഞ്ഞു വന്നേ ഉള്ളൂ, സമയം കിട്ടാഞ്ഞത് കൊണ്ട് പറഞ്ഞില്ല. അപ്പം നമ്മൾ നിത്യജീവനെ മുറുകെ പിടിക്കുക. അതുപോലെ പ്രത്യാശയുടെ ധൈര്യം, അതിനെ മുറുകെ പിടിക്കുക. നമുക്ക് ലഭിക്കും എന്നുള്ള ആ പ്രത്യാശ, നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട് എന്നുള്ള പ്രത്യാശ, ആ പ്രത്യാശയെ മുറുകെ പിടിക്കുക. യേശു ക്രിസ്തു തരുന്ന നന്മയെ മുറുകെ പിടിക്കുക. ആമേൻ, സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് അവിടെ നമുക്ക് പറഞ്ഞു വചനത്തിലൂടെ അന്ന് ദേവദാസൻ നമുക്ക് പങ്കുവെച്ച് തന്നത്. അത് ഏറ്റവും നല്ലതായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞു വന്നത് ഇതിന്റെ ഈ 12-13 വാക്യത്തിൽ വീഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. അപ്പൊ ഈ വീഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെയും അടിമപ്പെട്ട് അത് കുടിച്ചും അതിൽ സന്തോഷിച്ചും നടക്കുന്നവർക്ക് സംഭവിക്കുന്ന എന്താണ്? അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നതാണ് ഈ പാറയിടൽ വെച്ച ആ കച്ചയുടെ അനുഭവം. അപ്പൊ അങ്ങനെയുള്ളവര് ഏത് സഭയിലായിരുന്നാലും എവിടെയായിരുന്നാലും ഈ കർത്താവിന്റെ മേശയിൽ കൈവയ്ക്കരുത്, വെക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അതിന്റെ പവിത്രത നശിപ്പിക്കാതിരിക്കട്ടെ, പവിത്രത നശിക്കാതിരിക്കട്ടെ. ആമേൻ, സ്തോത്രം. തുടർന്ന് നമുക്ക് വചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യം വായിച്ച ആ 15-16 വാക്യത്തിലേക്ക് കടന്നു വരാം. ആ വാക്യം ഞാൻ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവിക്കരുത്. ആമേൻ, സ്തോത്രം. അവിടെ പറയുന്നത് ഗർവിക്കരുത്. അപ്പൊ ഗർവം എന്ന് പറയുമ്പോൾ സ്വയം പുകഴ്ത്തല്, അഹങ്കാരം, ഞാൻ എന്ന ഭാവം, ഇതിനെയൊക്കെയാണ് അത് പരാമർശിക്കുന്നത്, അത് അർത്ഥമാക്കുന്നത്. അപ്പം താഴ്മയോടെ ഇരിക്കുക, തന്നെത്താൻ പുകഴ്ത്താതിരിക്കുക, അഹങ്കാരം ഉണ്ടാതിരിക്കുക, ഞാൻ എന്ന ഭാവം ഉണ്ടാകാതിരിക്കുക. പല സന്ദർഭങ്ങളിലും തന്നെത്താൻ പലരും പുകഴ്ത്തുന്നത് നമുക്ക് കാണാറുണ്ട്. അപ്പം ഞാൻ ഇന്നതാണ്, അല്ലെ എന്നെ കൊണ്ട് ഇന്നത് സാധിക്കും എന്നുള്ള ഒരു പുകഴ്ത്തൽ, അത് സ്വയം പുകഴ്ത്തൽ, അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഞാനെന്ന ഭാവം അത് കളയുക. ഞാൻ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപാകെ ഇങ്ങനെ ചങ്കമിച്ച് നടക്കുക. അപ്പൊ അതിന് പറയുന്നത് ഞാനെന്ന ഭാവം. അപ്പം അഹംഭാവം, ഞാൻ ചെയ്തു എന്നുള്ള അങ്ങനെയുള്ളതിനെയൊക്കെ വിട്ടുകളയുക. അതുകൊണ്ടാണ് ഈ ഗർവം എന്നതിനെ വിട്ടുകളയുകയാണ് വചനം പഠിപ്പിക്കുന്നത്. എല്ലാം വിട്ടിട്ട് തന്നെത്താൻ താഴ്ത്തുക. കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി. നമുക്കറിയാം, ക്രൂശ് മരണത്തിന്റെ ആദ്യത്തെ ഭാഗമായി, അതിന്റെ തുടക്കമായി ഓശാന ഞായറിൽ കർത്താവായ യേശു ക്രിസ്തു ആർക്കും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ കഴുതെന്ന് വിളിക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആ കഴുതയുടെ പുറത്താണ് കർത്താവായ യേശു ക്രിസ്തു കുരിശുമരണത്തിന്റെ ഒരുക്കമായിട്ട് അന്ന് ആദ്യത്തെ യാത്ര തുടർന്നത്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് ഏറ്റവും താഴ്ന്നതിനെയാണ്. വേണമെങ്കിൽ നല്ലൊരു കുതിരയെ എടുക്കാമായിരുന്നു, നല്ല തലപ്പാവുമൊക്കെ വെച്ച നല്ല അലങ്കരിച്ച നല്ലൊരു വെള്ള കുതിരയെ വേണേൽ കർത്താവിനെ സെലക്ട് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അതിനെ സെലക്ട് ചെയ്യാതിരുന്നത്? അതിനെ സെലക്ട് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ വചനവുമായി ഇന്നിവിടെ ഈ ഹോളിൽ നിന്ന് സമയം ചെലവഴിക്കുകയില്ലായിരുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി. അതുപോലെ തന്നെ നാമും തന്നെത്താൻ താഴ്ത്തുക. നമ്മുടെ കഴിവുകളോ നമ്മുടെ പ്രതാപങ്ങളോ ഒന്നും മറ്റുള്ളവരുടെ മുൻപാകെ ഒരു പ്രശംസയായിട്ട് വെക്കാതെ നമ്മെ തന്നെ താഴ്ത്തുക, പൊടിയോളം താഴ്ത്തുക. നാം അതുപോലെ അനുതാപം, നമ്മുടെ തെറ്റുകളെ, ആ കുറ്റങ്ങളെ, നമ്മൾ വന്നുപോയ ആ പ്രവൃത്തികളെ ഒക്കെയും ഓർത്ത് ദൈവമുമ്പാകെ അനുതപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ ഞാൻ പറയുകയുണ്ടായി, പല പാപങ്ങളും നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ ഒരു പാപ ജീവിതമുണ്ട്. ആ പാപത്തെ ഒക്കെ ഏറ്റുപറഞ്ഞ്, അത് എത്ര ഏറ്റുപറഞ്ഞാലും മതിയാവുകയില്ല, നമ്മുടെ ആ പാപങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, തിരുനാമത്തെ മഹത്വപ്പെടുത്തുക. ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് പാത്രീഭൂതരാകുമെന്നാണ് അവിടെ വചനം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക.
ദൈവത്തിൻ്റെ ദൈവനാമ മഹത്വത്തിനായി ദൈവം തന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ന്യായവിധിക്ക് അർഹരായി തീരാതിരിക്കുക, ന്യായവിധിയിൽ നിന്ന് പിന്മാറുക. അതിനുവേണ്ടി നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, ദൈവസന്നിധിയിൽ താണിരിക്കുക, താഴ്ത്തി ഏൽപ്പിക്കുക. 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയല്ലോ അരുളി ചെയ്യുന്നത്, ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസം കൂരിരുട്ടും വരുത്തും. ആമേൻ, സ്തോത്രം. അപ്പൊ വീണ്ടും കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യുകയാണ്. എന്താണ്? ദൈവത്തെ കേൾക്കുക, വചനത്തെ കേൾക്കുക, വചനത്തിന്റെ മുൻപാകെ ചെവി കൊടുക്കുക. യഹോവ അരുളി ചെയ്യുകയാണ്. അപ്പൊ ഇല്ല എങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഇരുട്ടാകുന്നതിന് നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകും. ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മുടെ കാൽ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ വചനം കേൾക്കുക, വചനപ്രകാരം ജീവിക്കുക, വചനത്തിന് വേണ്ടി ചെവി കൊടുക്കുക. കാൽ അന്ധകാരത്തിൽ ഇടറിപ്പോകാതിരിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ. അല്ലാതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കുമ്പോൾ അന്ധതമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റാക്കുത്തിയിട്ട് കൂരിരുട്ട് എന്നൊക്കെ പറയല്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അന്ധതമസും കൂരിരുട്ടും വരുത്തും. ദൈവത്തിന്റെ ശിക്ഷയായി അതിനെ കരുതാം. കാരണം ദൈവഹിതപ്രകാരം ജീവിക്കാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, വചനത്തിന് ചെവി കൊടുക്കാതെ, വചനത്തെ ശ്രദ്ധിക്കാതെ, വചനം കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ മുൻപാകെ കടന്നു വരുന്നതാണ് ഈ കൂരിരുട്ട്. കൂരിരുട്ട് നമ്മുടെ മുൻപാകെ കടന്നു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഒന്നും കാണാൻ സാധിക്കുകയില്ല. മൊത്തം അന്ധകാരമായിരിക്കും. അപ്പൊ ആ കൂരിരുട്ട് വരുത്തും എന്നാണ് പറയുന്നത്. അത് കേട്ട് അനുസരിച്ചില്ല എങ്കിൽ അപ്പം നമ്മുടെ അഹങ്കാരവും നമ്മുടെ ദാഷ്ട്യം നിറഞ്ഞ ജീവിത നിമിത്തം ദൈവം രഹസ്യത്തിൽ കരയും എന്നോട് താഴെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ താഴെ പറയുന്നു, നിങ്ങൾ കേട്ട് അനുസരിക്കുകയില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർഭം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു കണ്ണീരൊഴുക്കും. നീ രാജാവ് കണ്ണീരൊഴുക്കും. ആമേൻ, സ്തോത്രം. അപ്പൊ അവിടെ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം നേരായ രീതിയിലല്ല എങ്കിൽ ദൈവം കരയുമെന്ന് പറയുന്നുണ്ട്. ദൈവം കരയില്ലേ? ദൈവം കരയും. കാരണം ദൈവവും മനുഷ്യരൂപം കൊണ്ട് മച്ചയും മാംസമായിട്ട് ലോകത്തിലേക്ക് വന്നതാണ്. കാൽവരി ക്രൂസിൽ മരണപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ ആ നാൾ വരെയും ദൈവം മച്ചയും മാംസമുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ ജീവിച്ചതാണ്. അപ്പൊ ദൈവം കരയും. ദൈവത്തിന് കണ്ണീരുണ്ട്. അപ്പൊ ദൈവം കരയും. നമ്മുടെ ജീവിതം നേരായ മാർഗത്തിലല്ല എങ്കിൽ. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം ശ്രമിക്കുക, ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുക്കുക, ദൈവത്തിന് ബഹുമാനം കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ അന്ധകാരവും കൂരിട്ടും കടന്നു വരാതിരിക്കേണ്ടതിന് നമ്മുടെ ദാഷ്ട്യം വിട്ടകന്ന് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 19:49 പറയുന്നുണ്ട്, യേശു യെരൂശലേമിനെ നോക്കി കരയുന്നതായിട്ട് വചനത്തിൽ പറയുന്നു. ലൂക്കോസ് 19:41 പറയുന്നു, യേശു യെരൂശലേമിനെ നോക്കി കരയുന്നതായിട്ട്. ആമേൻ, സ്തോത്രം. അപ്പോൾ അത് തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ താഴെ പറയുന്നത് താഴ്മയെ കുറിച്ച് പറയുന്നുണ്ട്. താഴ്മ, തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ഇന്ന് പലരിലും ഇല്ലാത്തൊരു കാര്യമാണ് താഴ്മ. എൻ്റെ ജീവിതത്തിലും എനിക്ക് ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് കോപം ഉണ്ടാകും. ഇതുപോലെ താഴ്ത്താനായിട്ട് ഒരു മനസ്സില്ലാത്തൊരു ചിന്ത എൻ്റെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഈ പെട്ടെന്നുള്ള കോപം പറഞ്ഞു കഴിഞ്ഞാണോ, എന്തെങ്കിലും കോപിച്ചു കഴിഞ്ഞായിരിക്കും ഓർമ്മിച്ചു അത് വേണ്ടായിരുന്നു, ആ കോപം അവരെ ബുദ്ധിമുട്ടിച്ചല്ലോ, അവരെ പ്രയാസപ്പെടുത്തിയല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ആ കോപം മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കുക. ഇന്ന് ഇല്ലാത്ത ആ താഴ്മ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും താഴ്ത്തി ഓരോരുത്തരെ ഏൽപ്പിക്കുക. നമ്മുടെ ഈ താഴ്മ നമ്മുടെ ജീവിതത്തിൽ പലതും നേടിത്തരും. താഴ്മയുണ്ടെങ്കിൽ, അത് താഴ്മയില്ലാതെ നമ്മളൊരു കാര്യം നേടിത്തരണമെങ്കിൽ
നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അവനെ ചാടിച്ച് അവനെ രണ്ട് വാക്കേറ്റം നടത്തി അവന്റെ നേരെ കയർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധിക്കുമോ? തരാനുള്ളവരോട് അവൻ തരാതെ പോകും എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുമ്പ് നമ്മെ താഴ്മ ധരിക്കുക. ആ താഴ്മ ധരിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ, നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നേടിയെടുക്കുന്നതിനുള്ളൊരു ഘടകം കൂടിയാണ് താഴ്മ. അതിനായി നമ്മെ തന്നെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ താഴ്ത്തുന്നുവോ, എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുന്നുവോ, അത്രത്തോളം ദൈവം നമ്മെ മാനിക്കും, അത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 13-ാമത്തെ ഇരമ്യാവ് 13-ാമത്തെ അധ്യായത്തിൽ കേട്ടതായ കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയുന്നു അരക്കച്ചയുടെ അടയാളം, അരക്കച്ച. പിന്നെ രണ്ടാമത് പറയുന്നു വീഞ്ഞിനെ കുറിച്ച് പറയുന്നു. മൂന്നാമത് പറയുന്നു ഗർവം. നാലാമത് പറയുന്നു താഴ്മ. സ്തോത്രം. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതായ കാര്യങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് ഒക്കെയും ഈ ഇരമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഈ നമ്മൾ ആ പാറയുടെ ഇടുക്കിൽ വെച്ച ആ കച്ച പോലെ നമ്മുടെ ആത്മീയ ജീവിതം ആയി പോകാതെ നമ്മുടെ കുടുംബ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നല്ല രീതിയിൽ ആ കുടുംബ ജീവിതത്തെ കരുത്തുള്ളതാക്കുവാൻ, കരപിടിപ്പിക്കുവാൻ, നമ്മുടെ മക്കളെ നമ്മളെ ആ വിശ്വാസ രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ ഈ വചനം ഓരോരുത്തരും അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. കേട്ടതായ വചനം പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ ഇരമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം ഒന്ന് മനസ്സിരുത്തി വായിക്കുക. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, എപ്രകാരമായിരുന്നു എന്നൊക്കെയും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കിയത് സഭ മുൻപാകെ, ദൈവമക്കളുടെ മുൻപാകെ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ അത് പങ്കുവെച്ചു. അത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ തട്ടി ഓരോരുത്തരും അതിനെ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള ആത്മീയ ജീവിതവും അന്ന് ദേവദാസൻ പറഞ്ഞതുപോലെ മുറുകെ പിടിക്കേണ്ടത് മുറുകെ പിടിക്കുക, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുക. നമ്മുടെ ആത്മീയ ജീവിതം ധന്യമാകട്ടെ. അതിനായിട്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അതിനായിട്ട് ഒരുങ്ങുക. പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷയുടെ വൈകിട്ട് ചെയ്യാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അടിയനെ ഇത്രത്തോളം അവിടുന്ന് എടുത്ത് ഉപയോഗിച്ച് കർത്താവേ, അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവേ ഈ വചനത്തിൽ വായിച്ചതുപോലെ ഞങ്ങൾ പഠിച്ചതുപോലെ കർത്താവേ അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ കടന്നു വന്ന ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ വചനം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, അവരുടെ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ ബലപൗരന്മാരാകണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ ചണനൂൽ കച്ചയുടെ അവസ്ഥ ഹല്ലേലൂയ ഒരു കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുവാൻ അവിടുന്ന് സമ്മതിക്കരുത് കർത്താവേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വചനം ഹല്ലേലൂയ ഓരോരുത്തർക്കും കർത്താവേ നല്ലൊരു അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ ഹല്ലേലൂയ നല്ലതിനെ മുറുകെ പിടിക്കട്ടെ, വേണ്ടാത്തതിനെ തള്ളിക്കളയട്ടെ. ഹല്ലേലൂയ. കർത്താവേ അതിനുള്ളൊരു ഹൃദയം, ആ വചനം ശ്രവിക്കാനുള്ളൊരു ഹൃദയം ആ കർത്താവേ ഓരോ മക്കൾക്കും കൊടുത്തല്ലോ. അതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ സമയം വരെയും കർത്താവിന്റെ ഈ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഹല്ലേലൂയ സംസാരിപ്പാൻ അടിയനെ ഒരുക്കി. ഹല്ലേലൂയ. അത് ശ്രവിപ്പാൻ ദൈവമക്കളെ അവിടുന്ന് ഒരുക്കി. ഹല്ലേലൂയ. അതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ കേട്ടതായ വചനം കർത്താവിൻ്റെതാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ കർത്താവിന്റെ തിരുവചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്ന കർത്താവേ. യേശുവേ ഹല്ലേലൂയ. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ
ആ വിശ്വാസം ഞങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ, എപ്പോഴും സംസാരിക്കുന്നത് പോലെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാകുന്നു. ആ നിശ്ചയത്തെ മുറുകെ പിടിക്കുക, ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, ഓരോരുത്തരെയും കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സമയം കർത്താവെ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആയിരിക്കുന്നിടത്ത് കർത്താവെ ദേവദാസനെയും ഹല്ലേലൂയ സൈതാന്റെയും കുഞ്ഞിനെയും കർത്താവെ അവിടുന്ന് കാവൽ ചെയ്യുന്നതിനായി നന്ദി പറയുന്ന കർത്താവെ. സ്തോത്രം യേശുവേ. വീണ്ടും കർത്താവെ ഞങ്ങളെ അങ്ങ് വചനത്തിൽ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹമേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.